ഞാൻ ഉണ്ടല്ലോ ഒരു വീഡിയോ ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പം എനിക്ക് എന്നും ആർട്ടിൻ്റെ കണ്ടന്റ് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ഇത് കയ്യിലൊരു ബോട്ടിൻ്റെ സ്പീക്കറാണ്. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഇതിൻ്റെ സ്വിച്ച് കംപ്ലൈൻറ്റ്, ബാക്കി എല്ലാം കേൾക്കാറുണ്ട്. ഇത് മാത്രം കേട്ടോ. അപ്പോൾ ഇത് ശരിയാക്കുന്ന ഒരു വീഡിയോ ആയിട്ട്, ഒരു കണ്ടന്റ് ആയിട്ട് യൂട്യൂബിൽ ഇടാൻ വേണ്ടി എടുക്കണ വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്കും കൂടി ആയിരിക്കുക. അപ്പം ഇതിലൊന്നും കൂട്ടായൊന്നും ഇല്ല. അപ്പം ഇതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സാധനം കാണും. ഇതണ്ടാ കാണാൻ പറ്റും. ഓക്കെ, ഈ സാധനം ഇറക്കിയല്ലേ ഇതിൻ്റെ സ്കൂട്ടർ കാണാൻ പറ്റും. എന്നാലേ ഇത് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് ഇറക്കാം. അപ്പം ഇത് ഇറക്കുമ്പോൾ തന്നെ ഈ ഒരു സാധനം ഇട്ട് ഇത് മാറ്റി വയ്ക്കാം ഇവിടെ. എന്നിട്ട് സ്റ്റാറിൻ്റെ സ്കൂട്ടർ എടുത്ത് ഇത് നൈസിനെ കൂടി ഗൈസ് ആയിട്ട് ഈസി ആയിരിക്കും, പക്ഷേ ഇത് വർക്കാവുമല്ലോ. ബാക്കിയെല്ലാം വർക്കാവണം. ഞാൻ ചിന്ത എന്തെങ്കിലും ക്ലിപ്പ് എന്തെങ്കിലും പോയേക്കും, പക്ഷേ ക്ലിപ്പല്ല ഇത്. ഇനി ഇതും കൂടി ഊരിയല്ലേ അറിയാൻ പറ്റുള്ളൂ എന്താ പ്രശ്നമെന്ന്. അപ്പം നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം ഒന്നും കൂടി. ഇതിൻ്റെ ഇനി സ്കൂട്ടർ എവിടെയാണെന്ന്, ഇവിടെയാണെന്ന് തോന്നുന്നു. ഈ ഒരു സ്പോട്ടിലേക്ക് എൻ്റെ സ്കൂട്ടറാണ് കണ്ടുകൂടെ. നല്ല ഒരു ആരമുണ്ട് ഉണ്ടേ. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇതും കൂടി ഊരി നോക്കാം, ചെക്ക് ചെയ്യാം. അപ്പോൾ നോക്ക്, നമ്മളല്ല ഇവിടുത്തെ 4 കൂട്ടം ഇറക്കിയിട്ടുണ്ട്. 4 കൂട്ടം ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ കഷ്ടപ്പെട്ട് ഇവരാണ് എനിക്ക് അറിയില്ല. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അത് 4 പേര് ഇറക്കിയിട്ടുണ്ട്. ഇതാണ് ഇത് കൂടി പറ്റും. നോക്കട്ടെ, ഇതാണ് തോന്നുന്നു. നോക്കട്ടെ, വേറെ എവിടെയും ഉണ്ടാകുന്നു. ഇതില്ല ഇത് കൂടി ഓക്കെ. കാര്യം എന്താ അറിയില്ല. ഇത് കൂടി കിട്ടിയാൽ ഓക്കെ. പക്ഷേ ഇവിടെ ടൈറ്റ് കൂട്ടം പ്രസ് ഒട്ട് പോയാൽ തീനടാ ഇതിൻ്റെ അവസ്ഥ. എന്തോ ലോക്ക് ഉണ്ട്. ഞാൻ കണ്ടിച്ച് പറയാം. എനിക്ക് ഇത് നൈസിനെ ഞാൻ മനസ്സിലാക്കി. ഓക്കെ, ഇത് തുറക്കുമ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത് തുറക്കുമ്പോൾ കാണാൻ വേണ്ട ഈ സ്വിച്ച് ഉണ്ടോ, ഈ സ്വിച്ച് ഈ വെള്ള കളർ സ്വിച്ച്. ആ വെള്ള കളർ സ്വിച്ചാണ് ഇങ്ങോട്ട് കയറിപ്പോയി. അതാണ് ഈ സ്വിച്ച് വർക്കാവട്ടെ കേട്ടോ. അപ്പോൾ ഇത് നൈസിനെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ചെയ്യാം. ഇതിനി തുറക്കാൻ വിചാരിച്ചാൽ ഭയങ്കര പാടില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഉണ്ടല്ലോ ആവശ്യമില്ലാത്ത എത്ര നേരം പണ്ടത്ര കാണിച്ചുകൊണ്ടിരുന്നത് സംഭവം. ഇത് കണ്ട ഡിസൈൻ എന്നല്ലേ പറയുള്ളൂ, പക്ഷേ ഡിസൈൻ അല്ല. ആ ഒരു കാര്യം ഞാൻ എത്ര തവണ വലിച്ചു കൂടിയാൽ നോക്കി, പക്ഷെ പറ്റിയില്ല. സംഭവം ഇവിടെ ഒരു ഇതുണ്ട്, കാണിച്ചു തരാം. ഇതുണ്ടാ, ഇതിൻ്റെ ഒരു സ്കൂട്ടറുണ്ട്. ഇതാദ്യത്തെ നേരം എനിക്ക് പറ്റിയ അബദ്ധം. പറ്റിയില്ല, എന്തുകൊണ്ട് അറിഞ്ഞൂടാ. ജസ്റ്റ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ എന്തും വരാത്തെ നോക്കി ഇവിടെ എല്ലാം ഞാൻ സ്കൂട്ടർ ഇട്ട് നോക്കി, ഇതൊന്നുമില്ല. ലാസ്റ്റ് മേലെ എന്തെങ്കിലും കാണോ എന്തെങ്കിലും പിടിച്ച് ഇങ്ങനെ കെട്ടി നോക്കിയപ്പോഴാണ് സാധനം കിട്ടിയത്. ഈ സാധനം മനസ്സിലായി, ഇതിലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതും കൂടി ഊരിയെടുത്താൽ നമ്മൾ ഇത് ശരിയാവും. ഇതും കൂടി ഒന്നേടാ. മറ്റേ അവിടെ ചെയ്യാമായിരുന്നു, പക്ഷേ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് പ്രസ് ചെയ്യുമ്പോൾ
പിന്നെ അകത്തോട്ട് കയറി പോകണം. അപ്പോൾ എന്തെങ്കിലും അവിടെ സ്റ്റില്ലായിട്ട് എന്തെങ്കിലും നിൽക്കുന്ന രീതിയിൽ ബാക്കോട്ട് പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ സെല്ലോ ടേപ്പർ എന്തെങ്കിലും ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വീട്ടിലിരിക്കണല്ലേ, എൻ്റെ പാട്ട് പറ്റി പോയി, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് സംഭവം ചെയ്തു. കണ്ട ഊരി വന്നു, ഇത്രേ ഉള്ളൂ. നമ്മൾ ചെയ്തുകൊണ്ട് മെയിൻ പ്രശ്നം വെച്ചാൽ ഒന്നുകൂടി കാണിച്ചത്. അപ്പോൾ ഇതാണ് പ്രശ്നം കേട്ടോ, ഇതാണ്. ഇതന്നെ ഈ ഒരു സ്വിച്ചാണ് പ്രശ്നം. ഇതുണ്ട്, ഇത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇത് ഇനി എന്തെങ്കിലും ഒട്ടിച്ച് വയ്ക്കണം, അല്ലെങ്കിൽ അത് പിന്നെയും കംപ്ലൈൻറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പം എന്തെങ്കിലും സെറ്റ് ചെയ്യാം. എനിക്കൊരു അബദ്ധം കൂടി പറ്റിയിട്ടുണ്ട്. അത് എന്താ വെച്ചാൽ സ്വിച്ച് മാറിപ്പോയിട്ടാ. ഇതല്ല ചെയ്യാവുള്ളത്, ഈ ഒരു സ്വിച്ചാണ് ചെയ്യാവുള്ളത്. പക്ഷേ തിരിഞ്ഞു പോയി, ഇങ്ങനത്തെ സ്വിച്ച് ആയിരുന്നു. പക്ഷേ തെറ്റിപ്പോയി. ഇനിയിപ്പം ഒന്നുകൂടി ഇതേപോലെ ചെയ്യാം. അപ്പോൾ അത് ശരിയാക്കി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചാൽ എങ്ങനെ എനിക്ക് ഓൺ ആവുന്നത് പറ്റേ ഉള്ളൂ. ഗൈസ്, ഞാൻ ആ കൈ അബദ്ധമൊക്കെ മാറ്റി ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഒട്ടിച്ച പോലെ തന്നെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. കാണാനല്ല, 2 സൈഡുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യുക, ഫിറ്റ് ചെയ്യുക. നമ്മൾ ചെയ്ത പോലെ തിരിച്ച് അതേപോലെ എങ്ങനെയാണ് എടുത്ത് അതേപോലെ തിരിച്ച് വെച്ച് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത് അടയില്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ഏത് ബാറ്ററീൻ്റെ പ്രശ്നമായി. ബാറ്ററി കറക്റ്റാണ് വെച്ചില്ലെങ്കിൽ അത് അടയത്തില്ല കറക്റ്റാണ്. അതുകൊണ്ട് അതുകൂടി ഒന്ന് നോക്കണം, സൂക്ഷിച്ച് നോക്കി ചെയ്യുക. കാരണം ഇപ്പോൾ ബാറ്ററി കറക്റ്റ് വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഇത് ശരിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓണാക്കി നോക്കിയല്ല എങ്ങനെ ഇരിക്കുന്നു. അതിന് മുമ്പേ മെമ്മറിക്കട ഞാനകത്ത് ഊരി എടുത്താൽ തന്നെ. അപ്പോൾ അതൊന്ന് വെച്ച് നോക്കാം, വെച്ച് നോക്കിയിട്ട് കേട്ട് നോക്കാം സെറ്റ് ആവുമെന്ന് നോക്കട്ടെ. പാട്ടൊക്കെ കേൾക്കുമെന്ന് അറിയണ്ടേ, പാട്ടൊക്കെ ശരിയാക്കിയിട്ട്. സംഭവം കത്തിയണ്ട. Your device is ready to pair. ഇതാണ് പ്രശ്നമായിരുന്നു. ഇത് ശരിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ വീഡിയോസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.